ഗൈസ്, ഇതാണ് ഇവിടുത്തെ കാഴ്ച. നമ്മുടെ സൈക്കിൾ, എൻ്റെ സൈക്കിളിൽ വരുതാ മഞ്ഞപ്പൂപ്പം കയറി ഇരിപ്പുണ്ട്. ഗൈസ്, ഞാൻ ഇപ്പോൾ കൈ കൊണ്ട് എടുത്ത് കാണിച്ചു തരാം മഞ്ഞ. ഇതാണ് ഇവിടുത്തെ കാഴ്ച. എന്താ ഗൈസ്, ഇങ്ങനെ നമുക്കൊരു പങ്ങിമുട്ടായി ഉണ്ടല്ലോ, വെള്ള കളർ പങ്ങിമുട്ടായി, അതുപോലെ സെറ്റായിട്ടുണ്ട്. മരമൊക്കെ നോക്കൂ, മരത്തിന് വയസ്സായി. ഞാനിപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടിയാണ് നടക്കുന്നതെന്ന് നോക്കിയാൽ. അപ്പോൾ അത്രത്തോളം നമുക്ക് ഐസ് നല്ല രീതിക്ക് ഇങ്ങനെ ഡിപ്പായി കൊഴിവ് വരുന്നുണ്ട്. ഞാൻ വന്ന എത്രത്തോളം ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് നോക്കിയാൽ കണ്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. വാവ്. നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഗായ്സ്. ഇതൊരു കുട്ടിയുടെ കളിപ്പാട്ട പെട്ടിയാണ് കേട്ടോ, ഒരു ജീപ്പ് പോലത്തെ ഐറ്റം. നമുക്ക് കുട്ടിയുടെ വണ്ടി വരെ നോക്ക്, എന്തുമാത്രം കൊഴുവിലാണ് ആ ഒരു കൊച്ചിൻ്റെ വണ്ടി വരെ. കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, അപ്പം അവരുടെ ആ ഒരു ഇതിൽ വരെ നിറച്ച് മഞ്ഞായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത്രത്തോളം അയ്യോ ഉണ്ടോ ഗൈസ്, മഞ്ഞ് ഇതൊക്കെയാണ്. സോ അവിടാണ് സൂക്ഷിച്ചു പോയില്ലെങ്കിൽ നമ്മൾ ഗൈസ് ഗൈസ് ഇപ്പോൾ വന്നു വീഴാത്ത രീതിയിൽ നടന്നൊക്കെ പോവുകയാണ് ഗൈസ്. അത്രയ്ക്ക് നമുക്ക് ഉണ്ടോ ഗൈസ്. എങ്ങനെയൊക്കെ കാല് വെച്ച് കഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് ഇവിടുത്തെ സ്നോവാളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നടക്കുന്നതെന്നറിയോ. ഒരു കൗതുകം തന്നെയാണ് നമുക്ക് ഈ ഒരു കാഴ്ചകൾ. ഞാനിവിടെ വന്നതിന് ശേഷം ഇതുവരെ ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം. ഇപ്പം ഞങ്ങൾ ഈ ഒരു ആർമി ക്വാർട്ടേഴ്സാണ്, അപ്പം അതിൻ്റെ മുന്നിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഉണ്ടോ ഗൈസ്, ഉണ്ടോ ഗൈസ്. ഞാൻ തികച്ചും അടിയിലായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ അയ്യോ ഉണ്ടല്ലോ ഗൈസ്. ഇപ്പോൾ മരത്തിൽ നിന്ന് മഞ്ഞ് താഴെ വീണുകൊണ്ടിരിക്കുവാണ് ഗൈസ്. അവസ്ഥയാണ് ഗൈസ്.
ഞാൻ മൊത്തത്തിലായിട്ടുണ്ട്. വണ്ടികൾ പോലും എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് ഫേമസ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. നമ്മുടെ പാർക്ക് ഏരിയയാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മഞ്ഞ് അണിഞ്ഞ് കാണപ്പെടുന്നത്. എനിക്കിപ്പം നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തിയിരിക്കുകയാണ്. മുട്ടുവരെ ഈ മഞ്ഞ് കിടപ്പുണ്ട്. അത്രയ്ക്ക് മഞ്ഞാണ് ഗൈസ്. ഇത് ഫുള്ള് ആർമി ക്വാർട്ടേഴ്സാണ്. അതെല്ലാം മഞ്ഞ് മൂടി കിടക്കുവാണ്, അതിൻ്റെ മേൽക്കൂരയൊക്കെ. ഗൈസ്, ഞാനിപ്പോൾ വണ്ടി പോയ ആ ഒരു ഇതിൽ കുറച്ച് നടക്കാനുള്ള ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ ഞാൻ അങ്ങനെ നടന്നു പോവുകയാണ് ഗൈസ്. കാശ്മീരിലെ മഞ്ഞ് കണ്ടോ ഗൈസ്? കാശ്മീരിലെ മഞ്ഞ്. ആരോ മിനിറ്റ് തൊപ്പിയൊക്കെ മഞ്ഞ് എത്രത്തോളം വീഴുന്ന കണക്കിന് തൂക്കിയിട്ടിട്ട് പോയിട്ടുണ്ട്. ആണ് ഗൈസ്, ഇതുപോലെ എന്നെപ്പോലെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. ഒരുപാട് പേരിങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കുഞ്ഞു പിള്ളേർ സഹിതം എല്ലാവരും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കളിക്കുവാണ്. ഇതിവിടുത്തെ പാർക്കാണ് കേട്ടോ, ഫേമസ് പാർക്കാണ്. പക്ഷെ പാർക്ക് പോലും മഞ്ഞ് കയറി കിടക്കുന്ന അവസ്ഥയിലോട്ട് എത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഇരിക്കുന്നിടത്തൊക്കെ ഇത് കണ്ടോ, ഇരിക്കുന്നിടത്തൊക്കെ ഫുൾ മഞ്ഞിൻ്റെ ആ ഒരു ഇതാണ്. മഞ്ഞ് ഞാൻ തൊട്ട് കാണിച്ചു. എന്താ മഞ്ഞേ ഞങ്ങളെ കോട്ടേഴ്സ് കാണിച്ചു തരാം. അതാണ് ഞങ്ങളെ കോട്ടേഴ്സ്. കണ്ടോ, അതിൽ എന്തുമാത്രം മഞ്ഞ്. എൻ്റെ മുട്ട വരെ കയറിയിട്ടുണ്ട് ഗൈസ്. ഉള്ളിൽ കയറിയിട്ടുണ്ട് ഗൈസ്. തണുപ്പത്തിടന്ന് കളിക്കുക കേട്ടോ. അയ്യോ, കണ്ട ഗൈസ്, മൃഗങ്ങൾക്ക് പോലും നേരെ ചുവ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണിപ്പോൾ. പോയി ഗൈസ്, അതിനെ ഓട്ടിച്ചു വിട്ടു. കാറിലൊക്കെ കണ്ട മഞ്ഞ് മൂടി. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ, നമ്മുടെ കാറിലൊക്കെ എന്തുമാത്രം മഞ്ഞിങ്ങനെ വീണ് കിടപ്പുണ്ടെന്ന്. എന്താ തണുപ്പ്. ഇല്ലടാ, എന്ത് പോവാണ് അത് പോയി. മഞ്ഞ് വീണ് ഗൈസ്.
പാവം, നമുക്കിങ്ങനെ ജാക്കറ്റും ഇതൊക്കെ ഉണ്ട്, അതൊക്കെ എങ്ങനെ മഞ്ഞത്ത് നടക്കുന്ന എന്തോ. കണ്ടോ കണ്ടോ ഗൈസ്, ഗൈസ് അയ്യോ എന്നാ അതിന് ഓടാൻ പോലും വയ്യ. കണ്ടോ ഗൈസ്, കണ്ടോ ഗൈസ്, ഇവിടെ ഒരുപാട് പട്ടികളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ പട്ടികളുണ്ട്. പെറ്റ് ആനിമൽസ് അവർ വളർത്തുന്നതല്ല, അല്ലാതെ തന്നെ ഒരുപാട് പട്ടികളുണ്ട്. ഇവിടുത്തെ ഇന്നലെ മുതലാണ് നമ്മുടെ ഡിസംബർ 25 ക്രിസ്മസിനൊക്കെ ശേഷമാണ് ഇവിടെ ഇത്രത്തോളം മഞ്ഞ് ഇങ്ങനെ എന്താ ഒരു സ്നോഫാൾ പോലെ ഇങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള ഇത് എന്നുവെച്ചാൽ അത്രത്തോളം സ്നോഫാൾ ഇവിടെ ഉണ്ടായി തുടങ്ങിയത് ക്രിസ്മസിന് ശേഷം. കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ. ഫുള്ളിങ്ങനെ തന്നെയാണ്. നമ്മൾ വണ്ടിയിൽ മഞ്ഞ് മൂടി കിടക്കുന്നതായാലും നമ്മൾ നടക്കുന്ന ഈ പാതയോരത്ത് ഇത്രത്തോളം മഞ്ഞ് ഇങ്ങനെ മൂടി കിടക്കുന്നത്. ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് സ്നോഫാളാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്നോഫാൾ കാണുന്നത്. അപ്പം അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അപ്പം അങ്ങനെ കാണിച്ചതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവരുടെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഉറപ്പായിട്ടും നിങ്ങൾ ഓൾ ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ ഇനിയും കാശ്മീരിൽ വിവിധ തരം കാഴ്ചകളുണ്ട്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോസ് അടുത്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതുവരെ see you next video. Bye.